നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അവരുടെ രണ്ടാം സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവർ പോകുമ്പോൾ വേണമെങ്കിൽ അവർക്ക് അവരുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാം. ഇന്ത്യയുടെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തെ സമ്പന്നമായ ജനാധിപത്യ ചരിത്രത്തിലാകെ അത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ സംവാദങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലത്തെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടാം മോഡി സർക്കാർ കാലാവധി പൂർത്തിയാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുക എന്നതിനും അപ്പുറത്ത് ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ തൊഴിലില്ലായ്മ, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം, ഇവിടുത്തെ വിലക്കയറ്റമടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിനും അപ്പുറത്ത് ഈ രാജ്യത്തെ മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വലിയ ഒരു വേലിയേറ്റമുണ്ടാക്കി മതപരമായ ധ്രുവീകരണം ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തി അധികാരം പിടിക്കാനുള്ള ശ്രമമാണ് ദൗർഭാഗ്യവശാൽ രാജ്യം ഭരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കുറെ കൂടി ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന മറ്റൊരു വിഷയം, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ, രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലമായി ഉയർത്തിപ്പിടിച്ചു പോരുന്ന ചില മര്യാദകളെയൊക്കെ ഒരു മടിയും കൂടാതെ ഇവർ കാറ്റിൽ പറത്തുന്ന കാഴ്ചകളാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യയുടെ ഉപരിസഭയായ, ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉത്തർപ്രദേശിൽ 11 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ആ വോട്ടെടുപ്പ് നടക്കുമ്പോ ഹിമാചൽ പ്രദേശ് നമുക്കറിയാം, അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഹിമാചൽ പ്രദേശിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യസഭ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവരുടെ മുതിർന്ന നേതാവ് മനീഷ് തിവാരിയാണ്. ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അവിടുത്തെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായിരിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞത് കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമായ CRPF കോൺഗ്രസിന്റെ 6 MLA-മാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. ആ MLA-മാരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല, അവരെവിടെയാണ് എന്നറിയില്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ആൾ രാജ്യത്തോട് പറയുന്നത് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കേണ്ട കോൺഗ്രസിന്റെ 6 MLA-മാരെ കാണാനില്ല, അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട MLA-മാരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തി പ്രകോപിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി അവരെ വരുതിക്ക് നിർത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇപ്പൊ ദിവസങ്ങൾക്ക് മുൻപാണ് ചണ്ഡീഗഡിലെ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഞാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നടക്കാനിരിക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. ഏതാണ്ട് 92 കോടി വോട്ടർമാർ വോട്ട് ചെയ്യാനിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന, ലോകത്തെല്ലായ്പ്പോഴും ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഈ രാജ്യം കടക്കാനിരിക്കെ ആ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ഈ രാജ്യം കാത്തു നിൽക്കുമ്പോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖം അവർ ജനാധിപത്യത്തിന്റെ ശത്രുക്കളാണെന്ന്, ജനാധിപത്യത്തിന്റെ ഘാതകരാണെന്ന്, സാഹചര്യം കിട്ടിയാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ കടുത്തുചരിച്ച് കൊല്ലാൻ, ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ മടിക്കാത്തവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ചുരുക്കം ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഭാഗത്ത് രാജ്യസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോ ഇന്നത്തെ ദിവസം പോലും കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗം
അവരുടെ ജോലി എന്ന് പറയുന്നത് MLA-മാരെ തട്ടിക്കൊണ്ടുപോകലല്ല. അവരുടെ ജോലി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ സഹായിക്കലല്ല. അവർ രാജ്യത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ, ഈ രാജ്യത്തിന്റെ വിമാനത്താവളങ്ങൾ, ഈ രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനുകൾ, ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്തിന് കാവൽ നിൽക്കേണ്ട സൈന്യത്തോളം തന്നെ, ഇന്ത്യയുടെ ആർമിയോളം തന്നെ പ്രാധാന്യമുള്ള, അത്രത്തോളം രാഷ്ട്രീയമായി നിഷ്പക്ഷമായിരിക്കേണ്ട ഏജൻസികളെ പോലും ഒരു ഭാഗത്ത് ഇവർ ഉപയോഗപ്പെടുത്തുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ കുതിരക്കച്ചവടം നടത്തുന്നു. തലയൊന്നിന് MLA-മാർക്ക് കോടികൾ വിലയിട്ട് അവരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തി കൂറുമാറ്റി പ്രതിപക്ഷ ഗവൺമെന്റുകളെ അവർ താഴെ ഇറക്കിയിട്ട് തങ്ങളുടെ ചാണക്യ തന്ത്രമാണെന്ന്, തങ്ങളുടെ ഓപ്പറേഷൻ കവലയാണെന്ന്, ഇത് തങ്ങളുടെ അജയ്യത വിളിച്ചറിയിക്കുന്നതാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ നിലക്ക് ഇപ്പൊ ചണ്ഡീഗഡിലെ കോർപ്പറേഷൻ, ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ സംയുക്ത തലസ്ഥാനമാണ്. അവിടുത്തെ കോർപ്പറേഷന്റെ മേയർ തെരഞ്ഞെടുപ്പ്, ആ മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വന്നപ്പോ അവിടെ ഒരുമിച്ച് നിന്ന കോൺഗ്രസ് പാർട്ടിക്കും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും കൂടി 20 കൗൺസിലർമാർ, മറുഭാഗത്ത് BJP-ക്ക് 12 പേർ. ആ വോട്ടെടുപ്പ് നടന്ന് കൃത്യമായി ബാലറ്റ് പേപ്പറിൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് കൊടുക്കുമ്പോ അവിടെ കോൺഗ്രസുകാർ ജയിക്കണം. പക്ഷെ അവിടെ വോട്ടെണ്ണുന്ന റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസീഹ് എന്ന് പറയുന്ന BJP-യുടെ നേതാവ് ആ കോൺഫറൻസ് ഹാളില് ക്യാമറകൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കെ അദ്ദേഹം ചെയ്തത് ആ ബാലറ്റ് പേപ്പറുകൾ ആകെ വെട്ടിക്കളഞ്ഞു. കോൺഗ്രസിനും ആം ആദ്മിക്കും അനുകൂലമായി വീണ 8 വോട്ടുകൾ അദ്ദേഹം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് BJP-യെ വിജയിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും കൗൺസിലർമാർ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോ BJP അവിടെ വിജയം ആഘോഷിച്ചു. അങ്ങനെ ജനാധിപത്യത്തെ കൊലപ്പെടുത്താനുള്ള, ജനാധിപത്യത്തെ വെറുതെ നിർത്താനുള്ള പണം ഉപയോഗിച്ച്, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച്, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താനുള്ള ഒരവസരവും പാഴാക്കാതെ അവർ മുന്നോട്ട് പോകുമ്പോ, ഒന്നാമതായി ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണ്. ഒരു വട്ടം കൂടി ഇവർ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരവകാശങ്ങളുമില്ലാതെ രാജ്യം ഭരിക്കുന്ന 4 പേർ, നരേന്ദ്രമോദിയും അമിത്ഷായും അംബാനിയും അദാനിയും തീരുമാനിക്കുന്ന അജണ്ടകൾക്കൊത്ത് തുളയേണ്ട വിനീത വിധേയരെ പോലെ ഒരു ഏകാധിപത്യ രാജ്യത്ത് പൗരന്മാരെ പോലെ ജീവിക്കേണ്ട ഗതികേട് ഇവിടെ എല്ലാവർക്കും ഉണ്ടാകും എന്നതാണ്. എല്ലാവർക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അതേതെങ്കിലും സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്ക് മാത്രമല്ല. ഈ ഒരു ഭാഗത്ത് ഇവർ നടത്തുന്ന ജനാധിപത്യ ധ്വംസനമുണ്ട്, മറുഭാഗത്ത് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുണ്ട്. സുപ്രീം കോടതിയാണ് ഇപ്പൊ വർത്തമാനകാലത്ത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഒരു പ്രതീക്ഷയായി പ്രവർത്തിക്കുന്നത്. നേരത്തെ ചണ്ഡീഗഡിൽ ഞാൻ സൂചിപ്പിച്ച ആ തെരഞ്ഞെടുപ്പ് അട്ടിമറി, അവിടെ വിജയിച്ച BJP-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയോട് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിജയിച്ചത് കോൺഗ്രസും ആം ആദ്മിയുമാണെന്ന് പ്രഖ്യാപിക്കാൻ ജനാധിപത്യത്തെ പകൽ വെളിച്ചത്തിൽ അട്ടിമറിച്ച അവിടുത്തെ മേയറെ, അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യാൻ അദ്ദേഹത്തോട് നിങ്ങളുടെ ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് വിളിച്ചു പറയാൻ രാജ്യത്തെ സുപ്രീം കോടതി ധൈര്യം കാണിച്ചു. അതേപോലെ ഇന്ത്യയുടെ സുപ്രീം കോടതി പരിഗണിച്ച മറ്റൊരു കേസാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കേസ്. ഞാന് ഇതൊരൽപ്പം ഈ വിഷയം സൂചിപ്പിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കുമ്പോ ഞാൻ ഈ സൂചിപ്പിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളെ, അഴിമതികളെ ഈ രാജ്യത്ത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ അബ് കി ബാർ 400 പാർ എന്നാണ്, ഇത്തവണ ഞങ്ങൾ 400 പടക്കും, 25 വർഷക്കാലം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ശക്തിയായി ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും. ഇതൊക്കെ BJP പറയുന്നത്, നരേന്ദ്രമോദി പറയുന്നത് എന്തിന്റെ പേരിലാണ്?
എന്റെ ഈ സദസ്സിൽ പ്രിയപ്പെട്ട സഹോദരിമാരടക്കമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ അടക്കം എന്റെ സഹോദരിമാരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും, ഈ രാജ്യം ഞാൻ ഭരിക്കും, ചെങ്കോട്ടയിൽ അടുത്ത തവണ ഞാൻ പതാക ഉയർത്തും. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഇയാൾ പറയുന്നത് എന്തിന്റെ ബലത്തിലാണ്? നിങ്ങളുടെ അടുക്കളയിൽ അരി, നിങ്ങളുടെ പഞ്ചസാര, നിങ്ങളുടെ ഗ്യാസ്, നിങ്ങളുടെ പെട്രോള്, നിങ്ങളുടെ ഡീസല്, ഇതിന്റെ ഏതിന്റെയെങ്കിലും വില ഈ കഴിഞ്ഞ കാലത്ത് പിടിച്ചു നിർത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് ജോലി തന്നിട്ടുണ്ടോ? സ്വസ്ഥതയോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ ഡീസലിന്റെ വില 50 രൂപ, ഇന്നത്തെ വില 100 രൂപ. 60 രൂപയ്ക്ക് 2014 പെട്രോൾ ലഭിച്ച രാജ്യത്ത് ഇന്നത്തെ പെട്രോളിന്റെ വില 110 രൂപ. 400 രൂപക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കുമായിരുന്ന 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നുവെങ്കിൽ ഇപ്പോ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 1500 രൂപ. നിങ്ങളുടെ വില കുറച്ചിട്ടില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല, നിങ്ങളുടെ പട്ടിണി മാറ്റിയിട്ടില്ല. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അധികാരത്തിൽ വരും എന്ന് നരേന്ദ്രമോദി പറയുന്നത്? കീഴ്പയ്യൂരിലെ മുസ്ലിം ലീഗിന്റെ ഈ ശാഖാ സമ്മേളനത്തിൽ ചേർന്നിരിക്കുന്ന നമ്മള്, ഈ നാട്ടിൽ കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ച മനുഷ്യര്, ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിയെ ഞങ്ങൾ തമ്മിലടിപ്പിക്കും. ആ കലാപത്തിൽ, ആ വിദ്വേഷത്തിൽ, ആ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഉന്മാദ തള്ളിച്ചയിൽ ആ വെറുപ്പിനെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അധികാരം പിടിക്കും എന്നാണ്. ഈ രാഷ്ട്രീയമാണ് പച്ചക്ക് പറയുന്നത്. പള്ളികളുടെ പേരിൽ തർക്കം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വണ്ണം ഇവരുടെ പഴയ ഒരു താക്കീതുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ഇവരുയർത്തിയ ഒരു ഭീഷണി ഉണ്ട്. എന്താണ്? ബാബറി ബസ് ഝാൻകി ഹെ, കാശി മധുര ബാക്കി ഹെ എന്നാണ്. ഇത് പറയുമ്പോ എത്ര സമർത്ഥമായിട്ടാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തെ ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 130 കോടിയോളം വരുന്ന ഈ രാജ്യത്തെ മനുഷ്യർ, അവരുടെ 80% എന്ന് കണക്കാക്കിയാൽ ഈ രാജ്യത്തെ 90 കോടിക്കടുത്ത് മനുഷ്യർ, അവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ, അവരുടെ മനസ്സിലെ ദൈവസങ്കല്പമാണ്, മര്യാദാ പുരുഷോത്തമനാണ്, അനീതിയെ കൊലപ്പെടുത്തി ധർമ്മം സ്ഥാപിക്കാൻ പിറന്നു വീണ അവതാര പുരുഷനാണ്, ദൈവമാണ്. ആ ദൈവത്തെ മുൻനിർത്തിയാണ്, ആ വിശ്വാസത്തെ മുൻനിർത്തിയാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളുടെ ആ വിശ്വാസത്തെ ഒരു ഉഴുപ്പും മടിയുമില്ലാതെ രാഷ്ട്രീയമായി എടുത്തുവെച്ച കയ്യിൽ കളിച്ചിട്ടാണ് അവർ അധികാരം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ദൈവം, അത് ആരുടെ ദൈവസങ്കല്പവുമാകട്ടെ, എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? അത് ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിച്ച് അവരാരാധിക്കുന്ന ദൈവസങ്കല്പങ്ങൾ, ശ്രീരാമനാകട്ടെ, ശ്രീകൃഷ്ണനാകട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ ശിവനാകട്ടെ, മറ്റു ദൈവങ്ങളാകട്ടെ, എല്ലാം അത് ദൈവമാണ്. മനുഷ്യന്റേതായ ഒരു ദൗർബല്യങ്ങളും മനുഷ്യന്റേതായ ഒരു ഭാവങ്ങളും ആർക്കാണോ ഇല്ലാത്തത്, അതാണ് ദൈവം എന്നതാണ്. ക്രൈസ്തവർ യഹോവ എന്ന്, കർത്താവ് എന്ന് വിളിക്കും. മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കും. അള്ളാഹു എന്ന് പറയുമ്പോ അതിന് രൂപമില്ല, അതിന് ഭാവമില്ല, അതിന് ലിംഗമില്ല, അതിന് കാലമില്ല, ഒന്നുമില്ല. അത് ഏക ദൈവം ആണ്, അരൂപിയാണ്, ഒരു വലിയ പരാശക്തിയാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. ഇപ്പൊ ഈ കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തെ മുൻനിർത്തിയാണ് ഇവിടെ അവർ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി വെച്ചത്. ആ രാമക്ഷേത്രത്തെ മുൻനിർത്തിയാണ് ഉത്തരേന്ത്യ മനുഷ്യരുടെ മനസ്സിൽ സംഘപരിവാർ മുസ്ലിം വിരോധം കുത്തിവെച്ച് ഈ രാജ്യത്ത് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത്. ആ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി, ഞാനിത് പറയുമ്പോ എന്റെ മുൻപിൽ നിൽക്കുന്ന സഹോദരന്മാരാരും ആ വിശ്വാസത്തെ അപമാനിക്കാൻ, അതിനെ പരിഹസിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. ഈ സദസ്സിലെ എണ്ണമല്ല, ഈ സദസ്സിൽ ആരാണ് ഭൂരിപക്ഷം എന്നതല്ല. എവിടെ പോയാലും ഒരു മതത്തിൽപ്പെട്ട ഒരാളുടെയും വിശ്വാസങ്ങളെ
അവരുടെ ആരാധനാലയങ്ങളെ അപമാനിക്കരുത്. അതിനെ പവിത്രമായി കണ്ട് ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു ആദർശത്തിന്റെ പശ്ചാത്തലമാണ് എനിക്കുള്ളത്. ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ അയോധ്യയിൽ ആ ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ്, അദ്ദേഹം ഈ മിനിഞ്ഞാന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രയും മനുഷ്യരുടെ ഹൃദയത്തിലെ പവിത്രമായ ഒരു വിശ്വാസത്തെ എത്ര ക്രൂരമായിട്ടാണ് ഇവർ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയത് എന്ന് ബോധ്യപ്പെടാൻ ഈ ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് മതിയാവും. ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞത് ജനുവരി 22 ഉദ്ഘാടനം ചെയ്യപ്പെട്ട അന്ന് മുതൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കോടിക്കണക്കിന് മനുഷ്യർ വരുന്നുണ്ട്. ആ മനുഷ്യർക്കാകെ ദർശനം കൊടുക്കാൻ രാംലല്ല എന്ന് വെച്ചാൽ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബാലനായ ശ്രീരാമ ഭഗവാൻ, ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് 5 വയസ്സുള്ള ബാലനായ ശ്രീരാമന്റെ വിഗ്രഹമാണ്. ബാലകനായ ശ്രീരാമൻ രാംലല്ല രാവിലെ ഉണരുകയാണ്. അർദ്ധരാത്രിയോളം അദ്ദേഹം ഭക്തർക്ക് ദർശനം കൊടുക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് രാപകൽ ദർശനം കൊടുക്കുന്ന രാംലല്ല 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്നോർക്കണം. അതുകൊണ്ട് രാംലല്ലയ്ക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ വിശ്രമം അനുവദിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതായി രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 5 വയസ്സുള്ള അയോധ്യയിലെ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല അതിന് 1 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറയുന്ന ആൾ. അയോധ്യയിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സത്യേന്ദ്രദാസ് ആണ്. ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോ നരേന്ദ്രമോദിയുടെ വലത് ഭാഗത്തിരുന്ന ആ ചടങ്ങിൽ സംസാരിച്ച ഒരാളാണ്. യഥാർത്ഥത്തിൽ കാര്യം എന്താണ്? മൂപ്പർക്ക് ഉച്ചക്ക് 1 മണിക്കൂർ റെസ്റ്റ് വേണം, അതാണ് അതിന്റെ ആവശ്യം. എന്നാ അത് പറഞ്ഞാ പോരെ, എനിക്ക് 1 മണിക്കൂർ ഉറങ്ങണം. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഹൃദയത്തിൽ നെഞ്ചേറ്റി വിശ്വസിക്കുന്ന, മനുഷ്യനുള്ള ക്ഷീണം, ഉറക്കം, മനുഷ്യനുള്ള വെറുപ്പ്, മനുഷ്യനുള്ള ദേഷ്യം ഒന്നുമില്ലാത്ത ഒരു ദൈവസങ്കല്പത്തെ കുറിച്ച് അവർ പറഞ്ഞതാണ്. ഇത്ര കേവലമായ രൂപത്തിൽ, അതിനെ അപമാനിക്കുന്ന രൂപത്തിൽ അത് പറഞ്ഞത് സംഘപരിവാർ അനുകൂലിയായ ഒരു പൂജാരിയാണ്. എന്നിട്ട് ഇവർ മറുഭാഗത്ത് ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു മതമുണ്ട്. എന്താണ്? വഴിയരികിലൂടെ നടന്നു പോകുന്ന മുസ്ലിമായ ഒരു സഹോദരൻ, ഒരു ഭ്രാന്തൻ, ഒരു വഴിപോക്കൻ, അവനെ തടഞ്ഞു നിർത്തണം. അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവന്റെ മുഖത്തടിക്കണം. മുഖത്തടിച്ചിട്ടോ ജയ് ശ്രീറാം എന്ന് വിളിക്കണം. ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ വർഷമാണ് ഒരു വീഡിയോ മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വന്നത്. ആ വീഡിയോ തുടങ്ങുമ്പോ മധ്യപ്രദേശിലെ BJPയുടെ ഒരു കൗൺസിലർ, അജാനബാഹുവായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കാണ്. എന്നിട്ടോ എഴുന്നേറ്റ് നിന്നിട്ടോ മുന്നിലിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തടിക്കാണ്. നിന്റെ ആധാർ കാർഡ് കാണിക്ക, നീ മുസ്ലിം അല്ലേ, നീ ജയ് ശ്രീറാം എന്ന് വിളിക്ക എന്നാണ്. ഓരോ അടിയും ആ മനുഷ്യൻ ഏറ്റുവാങ്ങാണ്. വീണ്ടും വീണ്ടും ആധാർ കാർഡ് എവിടെ എന്ന് ചോദിച്ച് അടിക്കുന്ന ആ വീഡിയോ പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം ഈ അടിയേറ്റ മനുഷ്യനെ കൊല്ലപ്പെട്ട നിലയിൽ കിലോമീറ്ററുകൾക്കടുത്തുള്ള ഒരു വയലിൽ കണ്ടെത്തി. ആളുകൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം മുസ്ലിമാണ് എന്ന് കരുതി ജയ് ശ്രീറാം വിളിക്കണം എന്നാവശ്യപ്പെട്ട സംഘപരിവാറുകാരനായ BJPക്കാരനായ ആ MP മണിക്കൂറുകളോളം ക്രൂരമായി മർദ്ദിച്ച ആ മനുഷ്യരാണ് മരിച്ചു കിടക്കുന്നത്. അവരുടെ കീശ തപ്പിയപ്പോ ആധാർ കാർഡ് കിട്ടി. ആധാർ കാർഡിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ബൻവാരിലാൽ ശർമ്മ എന്നാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ, ആധാർ കാർഡ് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ, നീ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിയാതിരുന്ന ബൻവാരിലാൽ ശർമ്മ ആരോടും സംസാരിക്കാത്ത മാനസികമായ പ്രയാസങ്ങളുള്ള ആളാണ് എന്നാണ്. നിങ്ങളൊന്ന് ഓർക്ക്, ഇവരേത് ശ്രീരാമനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇവരേത് ശ്രീരാമനെയാണ് ആരാധിക്കുന്നത്? ഒരു ഭാഗത്ത് തനിക്കോട് ഇവർക്കൊരു വിശ്രമം കിട്ടാൻ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ദൈവസങ്കല്പത്തെ കേവലം കുട്ടിയായി ചിത്രീകരിക്കുക, മറുഭാഗത്തൊരു വഴിപോക്കനോട് ജയ് ശ്രീറാം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് അടിച്ചു കൊലപ്പെടുത്തുക. ഏത് രാമനാണിത് പറഞ്ഞത്? ഏത് കൃഷ്ണനാണിത് പറഞ്ഞത്?
ഏത് വേദപുരാണങ്ങളാണ്? നിങ്ങൾ പാവപ്പെട്ടവരുടെ മുഖത്തടിക്കുന്ന ആ അടി, ആ പാവപ്പെട്ടവർ വിളിക്കുന്ന ജയ ശ്രീറാം വിളി കേട്ടാൽ എനിക്ക് ആത്മാതിരേകം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു ദൈവവും ഒരു മതവും ഒരു വേദഗ്രന്ഥവും ഒരു പുരാണങ്ങളും ഈ രൂപത്തിലുള്ള അക്രമം നടത്തണമെന്ന്, മതത്തിന്റെ പേരിൽ വെറുപടർത്തണമെന്ന്, മതത്തിന്റെ പേരിൽ മനുഷ്യരെ കൊലപ്പെടുത്തണം എന്ന് പറയുന്നില്ല. ഇവര് പറയുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത് ഇവർക്ക് അധികാരം പിടിക്കാൻ ഇവര് ദുരുപയോഗം ചെയ്യുന്ന, ഹിന്ദുമതത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന കൂട്ടരാണ് ഇവര്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഒരുമിച്ചിരിക്കല്ലേ? നിങ്ങൾ ഈ അയൽപ്പക്കത്താണ്, ഈ നാട്ടിൽ ഒരുമിച്ച് ജീവിച്ചവരാണ്. ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ രമേഷ് പ്രധാൻ എന്ന് പറയുന്ന ഒരാൾ ജയിലിൽ പരോൾ ലഭിച്ച് പുറത്തു വന്നു. ഈ പരോൾ ലഭിച്ച് പുറത്തു വന്ന രമേഷ് പ്രധാൻ ബൽക്കിസ് ബാനു കൊലപാതക കേസിലെ പ്രതിയാണ്. നേരത്തെ ശിക്ഷിക്കപ്പെട്ട ആൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് 2022 രാജ്യമതിന്റെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഗുജറാത്തിലെ ജയിലിൽ നിന്ന് തുറന്നുവിട്ട ആൾ ബൽക്കിസ് ബാനു എന്ന് പറയുന്ന പെണ്ണ് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപാകെ നിയമ പോരാട്ടം നടത്തി ആഴ്ചകൾക്ക് മുൻപ് വീണ്ടും ജയിലിൽ പോയ അതേ ആൾക്ക് ദിവസങ്ങൾക്ക് ശേഷം പരോൾ കൊടുത്ത് പുറത്തുവിട്ടു, മകളുടെ കല്യാണം നടത്താൻ. ആ മനുഷ്യൻ ചെയ്ത തെറ്റ് ഒരു പെൺകുട്ടിയെ, ബൽക്കിസ് ബാനുവിനെ, അവളുടെ ഉമ്മയെ, അവളുടെ സഹോദരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആ കുടുംബത്തിലെ 11 പേരെ ഒരൊറ്റ രാത്രിയിൽ ക്രൂരമാംവിധം കൂട്ടക്കൊല നടത്തി. ഒടുവിൽ ബൽക്കിസ് ബാനുവിന്റെ 4 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിൽ തൂക്കിയെടുത്ത് തറയിൽ തലയടിച്ച് ക്രൂരമാംവിധം കൊലപ്പെടുത്തി. ഇത് ചെയ്ത ഒരാൾ, അയാൾ ഏത് മതത്തിൽപ്പെട്ടവനുമാകട്ടെ, അവനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അവനെ സ്വതന്ത്രരാക്കി വിടുന്ന ഒരു ഭരണകൂടം കോടതി പിടിച്ച് ജയിലിലടക്കുമ്പോ ആ കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെയും അവർക്ക് പരോൾ കൊടുക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് അധികാരത്തിലിരുന്ന് അവർ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടവരാണ് നമ്മള്. ആ വെറുപ്പിന്റെ പിറകെ പോവേണ്ടവരാണ് നമ്മള്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പോലീസ് സേന 68,000 ഒഴിവുണ്ട്. അപേക്ഷ കൊടുത്തത് 60 ലക്ഷം പേർ. അവർ ഹിന്ദുവിന് വേണ്ടി രാജ്യം ഭരിക്കും. ഹിന്ദു ഉണരണം, ഹിന്ദുവിന്റെ വോട്ട് ഞങ്ങൾക്ക് എന്ന് RSSും BJPയും പറയുമ്പോ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഇതിൽ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. 68,000 ഒഴിവ് ഉത്തർപ്രദേശിലെ പോലീസ് സേനയിൽ. അപേക്ഷ കൊടുത്തത് 60,000 പേർ. ഇപ്പൊ ആ പരീക്ഷ മാറ്റിവെച്ചു. കാരണം ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ആ പരീക്ഷയിൽ ഒരു പോലീസ് നിയമനത്തിന് 2 ലക്ഷം രൂപ എന്ന പേരിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി കൊടുത്തപ്പോ ഉത്തർപ്രദേശിലെ ഗവൺമെന്റിന് ആ പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു. എന്റെ ചോദ്യം അതല്ല. ആ 60 ലക്ഷം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, ആ 60 ലക്ഷം പേരിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടാകും? ഉത്തർപ്രദേശിന്റെ കണക്കെടുത്താൽ ചുരുങ്ങിയത് 50 ലക്ഷം പേരുണ്ടാകണം. എന്ന് വെച്ചാൽ 1/2 കോടിയോളം വരുന്ന തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരാണ് 60,000-ഓളം വരുന്ന ഒഴിവിന് വേണ്ടി അപേക്ഷ കൊടുത്ത 60 ലക്ഷം പേരിൽ 1/2 കോടി പേർ ഇവര് പറയുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. ആ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്ന കർഷകർ ഉത്തരേന്ത്യയിലെ വയലേലകളിൽ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതായപ്പോ കീടനാശിനി കുടിച്ച് ഓരോ ദിവസവും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ അന്നദാതാക്കൾ എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന കർഷകർ, അവരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. 110 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നവർ, 100 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്നവർ, 1500 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങാനില്ലാതെ ഗ്യാസ് അടുപ്പ് മാറ്റിവെച്ചവർ, ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർ, അവരിലൊക്കെ 80% നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരാണ്. ഹിന്ദുക്കളായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. അതുകൊണ്ട് ഞാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹിന്ദുക്കളായ വീട്ടമ്മമാർ, അവർക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഞാൻ വില കുറച്ച് ഗ്യാസ് കൊടുക്കും.
പെട്രോളിന്റെ വില കുറയ്ക്കും, ഡീസലിന്റെ വില കുറയ്ക്കും, ഹിന്ദുവിന്റെ വിശപ്പ് മാറ്റും, ഹിന്ദുവിന് തൊഴിൽ കൊടുക്കും, അവരുടെ ദാരിദ്ര്യം മാറ്റും. കയറി കിടക്കാൻ വീടില്ലാത്ത ഹിന്ദുവിന് ഞാൻ വീട് വെച്ചു കൊടുക്കും. സ്നേഹമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വിശപ്പിനെ കുറിച്ച്, നിങ്ങളുടെ പട്ടിണിയെ കുറിച്ച്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ കുറിച്ച്, നിങ്ങളുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയെ കുറിച്ച്, നിങ്ങളിൽപ്പെട്ട കർഷകരുടെ പ്രതിസന്ധികളെ കുറിച്ച് ഇല്ല. വിശപ്പിനെ കുറിച്ച്, തൊഴിലിനെ കുറിച്ച് സംസാരിക്കുകയില്ല. പകരം എന്തു പറയും? അവിടെ ഗ്യാൻവാപ്പിയിൽ ഒരു പള്ളിയുണ്ട്, ആ പള്ളി അമ്പലം പൊളിച്ചു നിർമ്മിച്ചതാണ്, ഇനി ആ പള്ളി പൊളിക്കണം, അവിടെ ഒരു ക്ഷേത്രമുണ്ടാക്കണം. ആ പള്ളിയുടെ മിനാരങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ പേരിൽ ഈ രാജ്യത്തെ മനുഷ്യർ ഹിന്ദുവും മുസ്ലിമും എന്ന് തമ്മിൽ തല്ലി മരിക്കണം എന്നിവർ പറയുമ്പോ ഇനിയും അത് കേട്ടു നിന്നാൽ, ഈ വിദ്വേഷ ശക്തികളെ ഇനിയും ഈ നെറുകെട്ട വെറുപ്പിന്റെ രാഷ്ട്രീയം പയറ്റാൻ ഈ രാജ്യത്ത് അനുവദിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയാണ്, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ഈ രാജ്യത്ത്. നിങ്ങൾ വടകരയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്ക, അവിടെ ഒരു മോഡി സെൽഫി പോയിന്റ് ഉണ്ട്. മോഡി സെൽഫി പോയിന്റ്, മോഡിയുടെ ഒരു കട്ടൗട്ട്, ഇതുപോലൊരു പരവതാനി. നിങ്ങൾക്ക് അവിടെ പോയി നിന്നിട്ട് സെൽഫി എടുക്കാം. ആ കട്ടൗട്ട് വടകര പോലീസ് സ്റ്റേഷൻ, വടകര റെയിൽവേ സ്റ്റേഷനിൽ വെക്കാൻ ഇവര് ചെലവാക്കിയത് കോഴിക്കോട്ട്, കണ്ണൂര്, രാജ്യത്തെ നൂറുകണക്കിന് വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇയാളുടെ കട്ടൗട്ട് സ്ഥാപിക്കുന്ന PR വർക്കിന് വേണ്ടി രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് അത്തരം ഒരു കട്ടൗട്ടിന് ചെലവാക്കിയത് 6.5 ലക്ഷം രൂപയാണ് ഒന്നിന്. അങ്ങനെ നൂറുകണക്കിന് എന്ന് പറയുമ്പോ ആയിരക്കണക്കിന് കോടി രൂപ. ആ ആയിരക്കണക്കിന് കോടി രൂപ മൂപ്പരുടെ PR വർക്കിന്, മൂപ്പരുടെ ചിത്രം പ്രതിഷ്ഠിക്കാൻ, മൂപ്പർ കോട്ട് പിടിക്കാൻ, മൂപ്പർ കാളാവാൻ, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഗ്ലോറിഫൈഡ് അൽപ്പന് ആഘോഷിക്കാൻ ആരുടെ പടാണ്? 80% ഇവര് പറയുന്ന ഹിന്ദുവിന്റെ നികുതി പണാണ്. രാജസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന അരിച്ചാക്ക്, ആ അരിച്ചാക്കിൽ മോഡിയുടെ ചിത്രം പ്രിന്റ് ചെയ്യാൻ ചെലവാക്കിയത് 10 ലക്ഷം കോടി രൂപയാണ്. 10 ലക്ഷം കോടി രൂപ. ഏത് രാജ്യത്താണ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പട്ടിണിയോടെ ജീവിക്കുന്ന, കയറിക്കിടക്കാൻ വീടില്ലാത്തതിന്റെ പേരിൽ തെരുവിൽ അന്തി ഉറങ്ങുന്ന കോടിക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് അഭിമാനം കൊള്ളുന്ന ഒരാൾ, അയാളുടെ ചിത്രം വെക്കാൻ, അയാളുടെ ഫോട്ടോ വെക്കാൻ, അയാളുടെ വിദേശ യാത്രകൾക്ക് ആ അല്പന ആഘോഷിച്ച് തിമിർക്കാൻ ചെലവാക്കുന്നത് കോടിക്കണക്കിന് രൂപ. ആരാണോ ശ്രീരാമൻ? ശ്രീരാമന്റെ പേര് ഒരു വട്ടം പറയാൻ യോഗ്യതയില്ലാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറയുന്നത് ഈ ധൂർത്തിന്റെ പേരിലാണ്. സ്വന്തം രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കിടക്കുമ്പോ ആ പട്ടിണിക്കാരുടെ മുഖത്ത് നോക്കി കുഞ്ഞനം കുത്തി ഈ രൂപത്തിൽ ധൂർത്ത് നടത്തിയ ആളല്ല മര്യാദാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തെ എടുത്തുപയോഗിക്കുന്നു, വെറുപ്പ് പടർത്തുന്നു, അഴിമതി നടത്തി പണമുണ്ടാക്കുന്നു. ആ അഴിമതി പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്നു. അവശേഷിക്കുന്നത് ഇവരുണ്ടാക്കിയ ഈ വെറുപ്പിന്റെ പേരിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ വീണ പാവപ്പെട്ട മനുഷ്യരുടെ ചോരയും നരേന്ദ്രമോദിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരവുമാണ്. ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 പേർ പട്ടിണി കിടന്നാൽ അതിൽ 80 ഹിന്ദു, 14 മുസ്ലിം, ബാക്കി 6 പേർ. ഇതാണ് കണക്ക്. രാജ്യം അതിന്റെ ചരിത്രത്തില് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് 2014 മെയ് മാസം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമ്പോ ഈ രാജ്യത്തിന്റെ പൊതുകടം 50 ലക്ഷം കോടി രൂപ. ഇപ്പോൾ 205 ലക്ഷം കോടി രൂപ, 155 ലക്ഷം 10 വർഷം കൊണ്ട് ഈ വിദ്വാൻ വാങ്ങിക്കൂട്ടിയതാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇവരുയർത്തുന്ന വെറുപ്പിന്റെ അജണ്ടകൾക്ക് പുറകെ ഇനിയും ഈ രാജ്യം പോയാൽ നമ്മുടെ മതമേതുമാകട്ടെ, നമ്മുടെ ജാതി ഏതുമാകട്ടെ, നമ്മളുടെ മക്കൾ അവർ ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നത്
ഈ രാജ്യം ജനാധിപത്യം നിലനിൽക്കാത്ത ഒരു ഏകാധിപത്യ രാജ്യമായി മാറുന്നത്, ഈ രാജ്യം ലോകത്തിന് മുൻപിൽ തലകുമ്പിട്ട് നിൽക്കുന്നത്, അപ്പോഴും നമ്മുടെ വരും തലമുറ സ്കൂളിൽ പോകാതെ വിദ്യാഭ്യാസം നേടാതെ ഉത്തർപ്രദേശിലെ, രാജസ്ഥാനിലെ, മധ്യപ്രദേശിലെ, ഗുജറാത്തിലെ കുഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ മതത്തിന്റെ പേരിൽ ഈ കീഴ്പയൂരങ്ങാടിയിലും തമ്മിലടിച്ച് തലതെല്ലിച്ചാവുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും എന്നതാണ്. ഇവര് ബാക്കി വെക്കുന്നത് അത് മാത്രമാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന് ഇവർക്കെതിരെ ഒന്നിക്കണം എന്നതാണ് കീഴ്പയൂരിലെ മുസ്ലിം ലീഗ് സമ്മേളനം ഈ രാജ്യത്തെ പൊതുസമൂഹത്തോട് ഉയർത്തുന്ന ഒന്നാമത്തെ അഭ്യർത്ഥന.